അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ, ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞങ്ങൾ കാണിച്ച മനസ്സ് അത് തന്നെയാണ് ഞങ്ങളുടെ തിരിച്ചുവരവ് കൂടുതൽ ഊർജിതമാക്കിയത്. ഒന്ന് പോയി തരത്തി പോയി കളിക്കണ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ജനവിധി അംഗീകരിക്കുന്നു, ആഴത്തിൽ ഞങ്ങൾ പരിശോധിക്കും. പിന്നെ അല്ല സഹോ, നീ ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ഞങ്ങൾ നടപ്പാക്കും. പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ ഞങ്ങൾ കൃത്യമായി പ്രതിരോധിക്കും. ഭയങ്കരമായ ആള്. ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ഏത് ശ്രമവും ഞങ്ങൾ നടത്തും. കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക് ഇപ്പൊ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഗുണമാണോ കോൺഗ്രസിന് കിട്ടിയത്? ഞങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തേണ്ടതുപോലെ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിശക്തമായി തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. നിങ്ങൾ വളരെ പ്രസക്തമായ വിഷയങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിൽ, പക്ഷെ അത് കേട്ടവരൊക്കെ വോട്ട് ചെയ്തത് UDF-നാണ്. അതെന്തുകൊണ്ടായിരുന്നു? ആ തേണ്ടി RDP-യുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ വലിയ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസിന് വലിയ പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നിങ്ങളെക്കാട്ടിൽ ഭേദം കോൺഗ്രസ് ആണെന്ന് കേരളത്തിൽ ചിന്തിച്ചു ഭൂരിപക്ഷം ജനങ്ങളും. അതല്ലേ സത്യം? എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ ശ്രീ പിണറായി വിജയൻ കടന്നാക്രമിക്കുന്നത്. നരേന്ദ്രമോദി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ ഒരു MLA ആക്ഷേപിക്കുമ്പോ ആ MLAക്ക് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പിന്തുണ അർപ്പിച്ച ശ്രീ പിണറായി വിജയൻ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ശ്രീ പിണറായി വിജയന്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ് കേരളീയ പൊതുസമൂഹം നൽകിയെന്ന് അവർ മനസ്സിലാക്കിയാൽ നല്ലത്. എനിക്കിപ്പോ അവരെ നന്നാക്കണമെന്നൊന്നുമില്ല. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്നത് അണ്ടർവെയറിൽ നീലം മുക്കുന്ന വരെ പോലെയാ. ഇപ്പൊ ശ്രീ അരുൺകുമാർ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്നല്ലേ ഭംഗ്യന്തരേണ പറഞ്ഞത്? നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം, അല്ലേ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു ശ്രീ PG? CPM ജയിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ എനിക്കും ആഗ്രഹിക്കണമെന്ന് വരെ തോന്നിപ്പോയി. കാരണം എന്താ ഇവര് പറഞ്ഞത്? ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്നാ. ഇവന്റെ കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. ഞാൻ വിചാരിച്ചു ഇടതെങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ എവിടെ പോയി താമസിക്കും? ഇന്ത്യ ഇല്ലാതാവുകയല്ലേ? ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു സമയത്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി പാട്ടും എഴുതി വെച്ചിട്ട് ഇപ്പൊ പറയാം ഞങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ല എന്ന്. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ പറഞ്ഞല്ലോ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന്. ഇന്ത്യയുണ്ട്, ഇടതില്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്.